ടെലികോമിന്റെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ കേര കർഷകൻ അലൂമിനിയം ഫോയിൽ കൊണ്ട് തെങ്ങിന് ഒരുക്കിയ ബാഹുബലി കവചം ഫലപ്രദം. 6 മാസത്തെ പരീക്ഷണം വിജയിച്ചതോടെ തെങ്ങ് കൃഷി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കടക്കൽ വാലുപ്പച്ച തടത്തിൽ വീട്ടിൽ വിശ്വംഭരൻ. തെങ്ങ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ചെമ്പൻ ജെല്ലിയും കൊമ്പൻ ജെല്ലിയുടെ ശല്യം. അതിൽ മണ്ടരി മറുഭാവറൊരു ഭാഗത്ത് ഇതിനൊക്കെ മരുന്നുകൾ ധാരാളം പല പ്രതിവിധികളുമൊക്കെ ഉണ്ടെങ്കിലും ഫലപ്രദമായി അത് പലപ്പോഴും ചില കർഷകർക്ക് അത് ശരിയാവുന്നില്ല എന്നുള്ളൊരു അനുഭവമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ കടക്കൽ വന്നപ്പോൾ ഒരു സംഭവം കേട്ടു. ഇത് കണ്ടോ, തെങ്ങിൻ്റെ ഇതിൽ മുഴുവനും ഇതിൻ്റെ കൊതുമ്പിലും എല്ലാ സ്ഥലത്തും ഇതുപോലെ അലുമിനിയം ഫോയിൽ അതുകൊണ്ട് ചുറ്റി വച്ചിരിക്കുകയാണ്. കാര്യം അന്വേഷിച്ചപ്പം കർഷകനായ വിശ്വംഭരന് ഒരു 10-20 മൂട് തെങ്ങ് ഈ പറഞ്ഞ ചെല്ലിയുടെ അറ്റാക്കിങ്ങിൽ പോയി. അപ്പോൾ അദ്ദേഹം കരുതി ഇതിനിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് രാത്രി 10 മണിയാവുമ്പോൾ ഇതിലേക്ക് ലൈറ്റ് തെളിക്കും. ആ ലൈറ്റ് തെളിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനിൽ ഇതിൽ വരുന്ന ചെല്ലികളും മറ്റ് കീടങ്ങളെല്ലാം അത് ഒഴിവായി പോവുകയാണ്. ഇപ്പോൾ 6 മാസത്തെ ഗവേഷണം, 6 മാസത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവ സമ്പത്തിൽ നിന്നുള്ള ഗവേഷണം ഇപ്പോൾ സക്സസ് ആയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഒന്ന് ചെയ്യാൻ പോവാം. അത് കണ്ടോ, ഇത് വന്നിട്ട് ഈ അലൂമിനിയം പ്ലേറ്റാണ്, ഡിസ്പോസിബിൾ പ്ലേറ്റാണ്. ഇത് എടുത്തിട്ട് നമ്മൾ തെങ്ങിലൊരു 5-6 മടലുകളിൽ ഇതേപോലെ വന്നിട്ട് വെച്ച് ഇതങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് യാതൊരു കാരണവശാലും ചെല്ലിയുടെ ശല്യം ഉണ്ടാകത്തില്ല. രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് 10 മണി 9-10 മണിയാകുമ്പോഴത്തേക്ക് 2 പ്രാവശ്യം ഞാൻ ഇതിൽ ലൈറ്റ് അടിക്കും. ആ ലൈറ്റിലൂടെ അടിച്ചു കഴിഞ്ഞാൽ ഓരോ മിനിറ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നേ വരെ 6 മാസം കൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് 20ഓളം തെങ്ങ് നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ തെങ്ങിന് ഒരു കുഴപ്പമില്ല. ഇവിടെ വല്ലാത്ത പരീക്ഷണമായി പോയി കേട്ടോ ഇത്. അത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ പലരും വന്ന് കണ്ട്, കൃഷിഭവൻ വന്ന് കടയ്ക്കൽ കൃഷിഭവൻ വന്ന് കണ്ട്, കൃഷി വിജ്ഞാന ഭവനത്തിൽ നിന്ന് വന്ന് കണ്ട് അവർക്കെല്ലാം സന്തോഷമായിട്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതിപ്പോൾ വളരെ വിജയമാണ്. ഇത് നിങ്ങൾ ഇത് ഒരു ഉപദേശിക്കുന്നുണ്ടോ കർഷകർക്ക്? നമുക്കിപ്പോൾ സാങ്കേതികമായിട്ട് ഉപദേശിക്കുന്നില്ല, പക്ഷേ ഈ കർഷകൻ്റെ ഫീൽഡിൽ വന്ന് നോക്കി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒന്ന് നോക്കി അപ്പം കർഷകർ ഇത് പറഞ്ഞു, കണ്ടത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് നിങ്ങളൊരു പരീക്ഷണത്തിന് വിധേയമാക്കൂ. ഇത് അതിന് വകുപ്പുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. ഇത് മറ്റെവിടെയെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടോ? ഇല്ല, ഇതുപോലെ ആദ്യമായിട്ടാണ് ഒരാൾ കർഷകൻ ചെയ്യുന്നത്. ചെമ്മഞ്ചെടിയുടെയും കൊമ്പഞ്ചെടിയുടെ ആക്രമണം ഉണ്ടെങ്കിലും ആരും ഇതുപോലെ ഒരു പരീക്ഷണത്തിന് മുമ്പോട്ട് വന്നിട്ടില്ല. ചേട്ടനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചെയ്തത്. ഈ നാടൻ അറിവുകൾ നമ്മൾ പലപ്പോഴും ഈ ഔഷധങ്ങൾ മനുഷ്യൻ്റെ ചികിത്സയ്ക്കാണെങ്കിൽ പോലും ഈ നാടൻ അറിവുകൾ ധാരാളമുണ്ട്. അതൊക്കെ പലതും നഷ്ടപ്പെട്ടു പോയി, നമുക്ക് ഇന്നതില്ല. പക്ഷേ അതേസമയം തന്നെ ഇതുപോലെ കൃഷിക്ക് ഇതുപോലെയുള്ള ഓരോ പരീക്ഷണങ്ങൾ ഇപ്പോഴും ഓരോ സ്ഥലങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അതിജീവനത്തിന് വേണ്ടി കൂടിയാണ്. എപ്പോഴും കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക്, നാടിൻ്റെ ഒരു വികസനത്തിന്, രാജ്യത്തിൻ്റെ വികസനത്തിന് കൃഷിയില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അവിടെയാണ് ഈ കേര കർഷകനായിട്ടുള്ള നമ്മുടെ വിശ്വംഭരൻ ചേട്ടൻ ആ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ ചില പരീക്ഷണത്തിന് മുതിർന്നതും. അതിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വിജയിച്ചു. ഇത് എല്ലാവർക്കും ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. അത് പക്ഷേ ഇനിയും കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾ കൂടി ഇക്കാര്യത്തിൽ ആവശ്യവുമാണ്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.